എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്. വേറൊന്നുമല്ല, പൊതുവെ റീസ്റ്റോർ ചെയ്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുള്ളറ്റിൻ്റെത്. എന്നാൽ ഇതൊരു കസ്റ്റമൈസ് ചെയ്തതാണ്. കസ്റ്റമൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പൈസ ഒന്നുമല്ല, കുറച്ച് കൂടുതൽ പൈസ എന്തായാലും ഈ ഒരു വണ്ടിയിൽ ചിലവായിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ എന്തൊക്കെ സ്പെയറാണ് മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ഈ ഒരു വണ്ടിയുടെ എത്രയാണ്, എല്ലാം തന്നെ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസിന് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? ഇത് 86 മോഡൽ വണ്ടി, 1986 മോഡലാണ്. നോർമലി നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വണ്ടി അതുപോലെ തന്നെ ആക്കിയെടുക്കുകയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമൈസ് എടുത്ത വണ്ടി. ഇത് നോർമൽ ടൈപ്പിലുള്ള വണ്ടിയായിരുന്നു. അപ്പം കസ്റ്റമർ നമ്മൾ പുള്ളിയുടെ ഒരു വണ്ടി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, 1976 മോഡൽ. അപ്പോൾ പുള്ളിയുടെ തന്നെ വണ്ടിയാണ് ഇതും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഒരു ഫോട്ടോ കാണിച്ചു തന്നു, അതേപോലെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ ഒഴിയാനാണ് നോക്കിയത്. കുറച്ച് മെനക്കെടുത്ത പണിയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ ടൈപ്പ് സ്പെയർ ഇവിടെ കിട്ടാൻ പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാം എത്തിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. പുള്ളി അതേപോലെ എല്ലാം എത്തിച്ചേരുകയും ചെയ്തു. നമ്മൾ അല്ലെ, ഒരു ചെറിയൊരു സംശയം എനിക്കല്ല, മറ്റേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ MVD പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഇതിൽ വരത്തില്ലേ? വരുമോ എന്ന് ചോദിച്ചാൽ ഈ ടൈപ്പ് പഴയ വിന്റേജ് മോഡൽ ഈ ലുക്കിലുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും വേണമെങ്കിൽ ചെയ്യാൻ പ്രശ്നമാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു വണ്ടിയുടെ? ടെസ്റ്റ് ഇനി പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാസ് ആവോ ഇല്ലയോ എന്നുള്ളത് ഉടനെ ഏതെങ്കിലും മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടാ. എന്തായാലും ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒരു അടിപൊളി ലുക്കിൽ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്? ഇതിൽ മെയിനായിട്ട് 2 സീറ്റ്സ്, പിന്നെ വലിയ ടാങ്ക്, മോണോഗ്രാം വരുന്ന ടാങ്ക്. ഓക്കെ, ഈ ടാങ്ക് എത്ര ലിറ്റർ? ടാങ്ക് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അറിയത്തില്ല. നോർമൽ നമ്മുടെ ലിറ്റർ എന്ന് പറയുമ്പോൾ 13-12 ആ ഒരു റേഞ്ചാണ്. ഇത് കുറച്ചുകൂടെ എനിക്കൊന്ന് 18-20 ആണെന്ന് തോന്നുന്നത്. അറിയത്തില്ല. അതല്ല, ഈ ഷേപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, ടാങ്ക് വലിയ ടാങ്കാണ്. പിന്നെ നമ്മൾ ഇതില് 2 സീറ്റ്, ടാങ്ക്, പിന്നെ ഫ്രണ്ട് ബാക്ക് മഡ്ഗാർഡ്, പിന്നെ ഈ നമ്പർ പ്ലേറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് സ്കള്ളിന് പകരം ഈ ഒരു പീസാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ക്ലാമ്പ് ചെയ്താണ് വരുന്നത്. ഈ ഫ്രണ്ട് മഡ്ഗാർഡും വ്യത്യാസമാണ്. പിന്നെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ 2 സൈലൻസറാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഈ 2 സൈലൻസർ കസ്റ്റം ചെയ്തല്ലേ? കസ്റ്റം ചെയ്ത് എടുത്തതാണ്. കെട്ടുന്നത് തന്നെ 2 സൈലൻസറിന് പിന്നും കൊടുത്തിട്ടുണ്ട്. 2 വർക്കിംഗ് ആണ്, ഡമ്മി അല്ല. ഈ വണ്ടി റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് പലരും എന്നെ വിളിച്ച് നിർത്തി കൈ വരച്ച് നോക്കിയിട്ടുണ്ട് വർക്ക് ആവുമെന്ന്. 2 വർക്കിംഗ് ആണ്. അപ്പൊ ഈ 2 സൈലൻസർ കൊടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മൈലേജ് കുറയും. വണ്ടിക്ക് അതിനുള്ള പെർഫോമൻസും ഉണ്ട്. 350 cc അല്ലേ വണ്ടി? 350 സ്റ്റോക്ക് വണ്ടി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടി സൈക്കിൾ ഹബിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. സൈക്കിൾ ഹബ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ശരിക്കും ആദ്യം ഇറങ്ങിയ വണ്ടിക്ക് സൈക്കിൾ ഹബ് ആയിരുന്നു. സൈക്കിൾ ഹബ് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? സൈക്കിൾ ഹബ് മെയിൻ ആയിട്ട് സാധാ നമ്മളെ വണ്ടിയെ പോലെയല്ല, ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുത് വരും. നോർമലി മറ്റുള്ളത് പറയുമ്പോഴത്തേക്ക് രണ്ടും സെയിം. അതേപോലെ 2 സൈഡ് കമ്പി 2 ടൈപ്പാണ്, നീളം കൂടുതലും ഒന്ന് ചെറുതുമാണ്. അതുപോലെ ഈ ഇപ്പൊ ഈ കമ്പികളും കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു, തിക്നെസ് കൂടുതലാണ്, വ്യത്യാസമുണ്ട്. അതിപ്പോ ഈ സൈക്കിൾ ഹബ് ആയതുകൊണ്ടാണോ അതല്ല? സൈക്കിൾ ഹബിന് അങ്ങനെയാണ് വരുന്നത്, കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. മിറർ മാറിയിട്ടുണ്ടല്ലേ? ഈ ഇതിൽ ഈ പാർട്സുകളെല്ലാം തന്നെ കസ്റ്റമർ ഡയറക്റ്റ് നമുക്ക് ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്നൊക്കെ ആയിട്ട് വരുത്തി തന്നതാണ്. ഇതൊക്കെ പ്ലേറ്റ് പുതിയതാണ്. ഇത് പ്ലേറ്റ് ചെയ്തല്ല, ഇതെല്ലാം കസ്റ്റമർ വരുത്തിയതാണ്. ഇത് ഈ ബ്രാസിന്റെ ലിവർ കാര്യങ്ങളെല്ലാം ഇതിൽ ഈ ആന്റി ക്ലോക്കസ് മീറ്റർ മാത്രം നമ്മൾ ഇവിടുന്ന് മേടിച്ചാണ്. പുള്ളി അത് മേടിക്കാൻ വിട്ടുപോയി. ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ് വരുത്തിയത്, A to Z സാധനം. അപ്പോൾ സ്പെയറിന് ഇപ്പോൾ എല്ലാം കൂടി ഇതിലിപ്പോൾ എഞ്ചിൻ കംപ്ലീറ്റ് ടോട്ടലി പണിതിട്ടുണ്ട്. എഞ്ചിൻ പണിതതും നമ്മളെ ലേബർ, സ്പെയർ, പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് എല്ലാം കൂടി നമ്മളെ വർക്ക്ഷോപ്പിൽ ഏതാണ്ട് 77 സംതിങ് ആയിട്ടുണ്ട്, പെയിന്റിംഗ് ഇല്ലാണ്ട്. പിന്നെ പുള്ളി മേടിച്ച പാർട്സും കൂട്ടാണ്ട് പുള്ളി ഏതാണ്ട് 70-75 റുപ്പീസിന് ഇതിന് പാർട്സ് മേടിച്ചിട്ടുണ്ട്. ഈ ക്രാഷ് ഗാർഡ് ഇതൊക്കെ ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ്. ഇതിന് തന്നെ 5000 എന്തോ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സൈലൻസർ ഇത് തന്നെ 2 5000 എന്തോ അതായി. അപ്പം അങ്ങനെ ഒരുപാട് പൈസ പുള്ളിക്കായി. എല്ലാം പുള്ളി നേരിട്ട് പുള്ളി പുറത്താണ്, ഗൾഫിലാണ്. അവിടെ നിന്ന് പുള്ളി ഡൽഹി വഴി നമുക്ക് വരുത്തുന്നതാണ്. ഇനി പിന്നെ പെയിന്റിംഗ് ഇത് കസ്റ്റമായിട്ട് പെയിന്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പുള്ളി ഡയറക്റ്റ് തന്നെ കൊണ്ട് കൊടുത്തതാണ്, നമ്മൾ ചെയ്തതല്ല. നമ്മൾ വഴിയാണ് പുള്ളി കൊടുത്തത്. കാരണം എനിക്ക് പരിചയമുള്ള ഇതേപോലെ ഗ്രാഫിക്സ് ഇത് നമ്മൾ ആഡംസ് എന്ന് പറഞ്ഞു, മുമ്പ് കോറണിയിലായിരുന്നു, അവർ പവനഞ്ചേരിയിലാണ്. അപ്പൊ ഈ ടൈപ്പ് വർക്ക് ഇവിടെ അവരെ ചെയ്യാറുള്ളൂ. എനിക്ക് പരിചയമുള്ള പുള്ളിയെ. ഈ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാം പെയിന്റിംഗ് ആണ്.
ഈ പല പല ഷെയ്ഡ് വരുന്നുണ്ടല്ലേ, ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ട്. ഇതേപോലെ ഷെയ്ഡ്സ് അടിച്ചെടുക്കാനായിട്ട് അവരാണ് നമ്മൾ നോർമലി ഇതിലുള്ള പെയിന്റർമാർ ചെയ്യാറില്ല. മനസ്സിലായി കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു, കോൺടാക്ട് ചെയ്തു. അപ്പം അറൗണ്ട് 25,000 രൂപ എന്തോ ആയി. 25,000 പെയിന്റിങ്ങിന് മാത്രമല്ല, അത് കൂട്ടാണ്ടാണ് 77 സംതിങ് നമ്മൾ വർക്ക്ഷോപ്പിലായത്. ഓക്കെ, കസ്റ്റം ആയതുകൊണ്ടായിരിക്കാം മേ ബി 25,000 അല്ലേ? അല്ലെങ്കിൽ നോർമലി അവിടെ എത്രയാണ്? നോർമലി അവിടെ 16 രൂപയാണ്. 16 രൂപ. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്നത് ഷിജിൻ കൊടുക്കുന്ന സ്ഥലത്ത് 14 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, ഇതൊക്കെ ലൈൻസ് വരച്ചാണല്ലേ? അവർ തന്നെ ചെയ്തതാണ്? അവർ തന്നെയാണ് എല്ലാം ചെയ്തത്. ഓക്കെ, കംപ്ലീറ്റ്. എന്തായാലും നല്ല രസമുണ്ട്. റോയൽ എൻഫീൽഡ് എന്നൊക്കെ എഴുതി എല്ലായിടത്തും ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഒരു മഡ്ഗാർഡിൽ കണ്ടിന്യൂറ്റി ഉണ്ട് എല്ലായിടത്തും. ഉണ്ട്. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് അടിച്ചെടുക്കാനും പറ്റില്ല. രാവിലെ സ്ക്രാച്ച് പോറയൊക്കെ ചെയ്താൽ പിന്നെ പാടായിരിക്കും. നോർമലി സിംഗിൾ പെയിന്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പം ടച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പെയിന്റിങ് 25,000 പെട്ടെന്ന് മാറിപ്പോയി. ഓക്കെ, ഇനി അടുത്തത് പ്ലേറ്റിംഗ് ഇതിന് വന്നിട്ട് 14,000 സംതിങ്. 14,000. എഞ്ചിൻ കവർ എല്ലാം പ്ലേറ്റിംഗ് ആണ്. എഞ്ചിൻ കവർ എല്ലാം പ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റേ വണ്ടി ബഫിങ്ങും ഈ വണ്ടിക്ക് പ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എഞ്ചിൻ കവർ എല്ലാം പ്ലേറ്റിംഗ് ആണ്. ഇതിപ്പോൾ ഈ ബെൻ പൈപ്പ് സഹിതം നമ്മൾ എക്സ്ട്രാ മേടിച്ചല്ലേ? ബെൻഡ് പൈപ്പ് സഹിതം മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റിംഗ് സത്യം പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അല്ലേ? എഞ്ചിൻ മാത്രമേ ഉള്ളൂ. എഞ്ചിനാണ് മെയിനായിട്ട്. എഞ്ചിൻ മാത്രം ചെയ്യാൻ അവിടെ നമ്മൾ കൊടുക്കുന്ന കിളിമാനൂർ ECMF അവിടെ 10,000 രൂപയാണ് പഴയ മോഡൽ എഞ്ചിൻ പ്ലേറ്റ് ചെയ്യാൻ ചാർജ്. ഇനി മുതലേ ഒരു റേറ്റ് മാറുമെന്ന് പറയുന്നുണ്ട്. കാര്യം ഇപ്പൊ പാർട്സിനെല്ലാം വില കൂടി, അവരെ സ്പെയറിനെല്ലാം വില കൂടി, പെയിന്റർമാരും റേറ്റ് കൂടും എന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതിൽ ബാറ്ററി കവർ, പിന്നെ ബാക്കി നട്ട് ബോൾട്ട് കാര്യങ്ങൾ എല്ലാം കൂടി ഇതിന് അത്രയാണ് പ്ലേറ്റിങ്ങിന് വന്നത്. 14,800 സംതിങ്. 14,800 എന്തായാലും 15,000 രൂപ 15,000 ഒരു പ്ലേറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ബഫിംഗ് പാർട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ബഫിംഗ് എഞ്ചിൻ ക്രാങ്ക് കേസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലേബർ ഇപ്പം ഇതിന് എത്രയായി? ലേബർ നോർമലി നമ്മൾ എഞ്ചിൻ ഇതിന്റെ കൂട്ടത്തിൽ എഞ്ചിൻ പണിയുമ്പോൾ 6,000 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ വണ്ടി സെറ്റ് ചെയ്യുന്നതിന് 10,000 രൂപ. പിന്നെ ഇതിൽ കുറച്ച് മെനക്കെടുത്തുണ്ടായിരുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു 3,000 രൂപ ചേർത്ത് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 19,000 രൂപ 19,000 രൂപ ഈ ഒരു വണ്ടിയുടെ അല്ലെ ലേബർ കോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലേബർ മേടിച്ചിട്ടുള്ളത് ഈ ഒരു വണ്ടിക്കാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ടോട്ടൽ കോസ്റ്റ് അയക്കുന്നത് ഈ വണ്ടിക്കാണ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ്? ഈ വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് പറയണമെങ്കിൽ അറൗണ്ട് ഒരു 190 2 രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട്. 2 രൂപ ആയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട്. ഓൾറെഡി പുള്ളി ഈ വണ്ടി 1,10,000 രൂപയ്ക്ക് മേടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് പണിയാണ് ചെയ്തത്. അതായത് 3 ലക്ഷത്തിന് മുകളിൽ ഈ വണ്ടിക്ക് ഈ ഒരു വണ്ടിക്ക് ആയെന്നുള്ളതാണ്. 1986 മോഡലായിരുന്നു ഈ ഒരു വണ്ടി. 1,10,000 രൂപയ്ക്കാണ് പുള്ളി ഇത് മേടിച്ചത്. അന്ന് ആ സമയത്ത് എഞ്ചിൻ കംപ്ലൈന്റ് ആയിരുന്നു. എഞ്ചിൻ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു 1986 വണ്ടിക്ക് പോലും ഇപ്പോൾ ഡിമാൻഡ് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും 1,10,000 രൂപയ്ക്ക് മേടിച്ചു. ഓൾമോസ്റ്റ് 2,10,000 രൂപയോളം അല്ലേ പണിതു. അങ്ങനെ 3,20,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. പുറത്ത് നിന്നിട്ട് OLX വഴി വണ്ടി നോക്കി ട്രിവാൻഡ്രത്തുള്ള ഒരു വണ്ടിയായിരുന്നു. എന്റെ വർക്ക്ഷോപ്പിൽ ലൊക്കേഷൻ കൊടുത്ത് അവർ എന്നെ കൊണ്ട് വണ്ടി ഏൽപ്പിച്ചു. പുള്ളി പൈസ എല്ലാം കൊടുത്ത് വണ്ടി മേടിച്ചു. അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുവന്നപ്പോഴും ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു കംപ്ലൈന്റ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് വണ്ടി മേടിച്ചു പോയില്ലേ. ഇപ്പൊ എന്തായാലും കണ്ടീഷൻ ഓക്കെ ആണല്ലോ അല്ലേ? ഇപ്പൊ പക്ക ഓക്കെ ആണ്. ഫുള്ള് പണിതിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് എന്തായാലും ഓവറോൾ വണ്ടി എന്തായാലും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ചെറിയ സംഭവമുണ്ട് ഈ സീറ്റ്. സത്യം പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലത്തെ ഒരു ഇതുണ്ട്. പക്ഷെ ഓടിക്കാൻ കംഫർട്ട് ഉണ്ടല്ലേ? കംഫർട്ട് ഉണ്ടെങ്കിലും പക്ഷെ ഒരു ലുക്ക് എന്തോ എനിക്ക് അങ്ങോട്ടൊരു പക്ഷെ എനിക്കെന്തോ മേ ബി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ അതെ, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു കളറും അതേപോലെ തന്നെ ആ കളറിന് മാച്ചായിട്ട് തന്നെ ഈ ഒരു ബ്രാസ് ഐറ്റംസ് എല്ലാം വന്നപ്പോഴത്തേക്ക് അടിപൊളി ലുക്കായിട്ടുണ്ട്. നോർമലി നമ്മളിത് ഈ ബ്രാസ് ഐറ്റംസ് ബ്ലാക്കിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ 3,20,000 രൂപയുടെ മുതലാണ് ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുള്ളറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി അതല്ല റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, കൂടാതെ ബുള്ളറ്റിൻ്റെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്ത് കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ബുള്ളറ്റ് സോൺ എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ സെർച്ച് കഴിഞ്ഞാൽ ഷിജിൻ്റെ ലൊക്കേഷൻ കിട്ടും. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഷിജിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും പറയണ്ടോ? മെയിനായിട്ട് എന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ കോളാണ്. 2 മണിക്ക് 3 മണിക്ക് ഇങ്ങനെ രാത്രി കോൾ വരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം കോൾ എടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ട് വർക്ക്ഷോപ്പിൽ പണി നടക്കൂല, കോൾ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. ഒരുപാട് മെസ്സേജും കോളും വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ പലരും വിളിച്ചിട്ടുള്ള ഡൗട്ടാണ് എഞ്ചിൻ പണി ചെയ്യുമെന്ന് ചോദിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പണി എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് പണിയാണ്. നമുക്ക് പെയിൻറ്റിംഗ് ഒന്നുമില്ല.
പിന്നെ റീസ്റ്റോർ ചെയ്യുന്ന വണ്ടി കാണിക്കുന്നു എന്നേ ഉള്ളൂ. എഞ്ചിൻ വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വണ്ടി ഉണ്ടെങ്കിലും കൊണ്ടുതരാം. എഞ്ചിൻ പണിയുന്ന വണ്ടിക്ക് 2 വർഷത്തെ വാറണ്ടിയും കൊടുക്കാറുണ്ട്, ഫുൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന വണ്ടി. ഓക്കെ. എഞ്ചിൻ പണിയുന്നതിന് എത്ര രൂപയാണ് ലേബർ കോസ്റ്റ്? എഞ്ചിൻ പണിത് വരുമ്പോഴത്തേക്ക് പഴയ മോഡൽ വണ്ടിക്ക് 8 രൂപ ലേബർ. 8 രൂപ ലേബർ. പുതിയ മോഡൽ വണ്ടിക്ക് പൊളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 6 രൂപ. 6 രൂപ. എന്തായാലും ലേബർ ഇതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ എന്നുള്ളതല്ല, എഞ്ചിൻ പണിക്കൊക്കെ കൊണ്ടുവരാം. ഞാൻ നോർമലി പറഞ്ഞ ക്ലാസിക് ഒക്കെ എഞ്ചിൻ ഫുള്ള് ക്ലാസിക് സ്റ്റാൻഡേർഡ് പുതിയ മോഡൽ യൂസ് വണ്ടി ഫുൾ എഞ്ചിൻ പൊളിച്ച് കംപ്ലീറ്റ് ബെയറിംഗ് ടാപ്പറ്റ് പമ്പ് സകല സാധനം മാറി വരുമ്പോൾ ലേറ്റിലെ പൈസ ലേബർ സ്പെയർ ഉൾപ്പെടെ 22, 23, 24 മാക്സിമം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷിജിനെ എല്ലാവരും ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് റീസ്റ്റോറേഷൻ ആണ്. അപ്പോൾ ചിലർ മാത്രം ചോദിക്കും, ചിലപ്പോൾ പറയും സ്പ്രോക്കറ്റ് മാറണം അല്ലെങ്കിൽ മിസ്സിംഗ് ഉണ്ട്, എഞ്ചിൻ സ്നോസ് ഉണ്ട്, നിങ്ങൾ ആ വർക്ക് ചെയ്യുമോ എന്നാണ് ചോദിക്കാറുണ്ട്. മിക്ക ആൾക്കാരും വിചാരം നമ്മുടെ ഡീറ്റെയിൽ സ്റ്റുഡിയോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതല്ല കേട്ടോ, ദയവേദ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതന്നെ മറ്റൊരു സ്ഥാപനത്തിലാണ്. ഇത് ഷിജിന്റെ വർക്ക്ഷോപ്പ് അല്ല. ഉടനെ എന്തായാലും ഒരു ദിവസം മറ്റൊരു വീഡിയോ വർക്ക്ഷോപ്പിന്റെ ഒരു ടൂർ നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഐഡിയ കിട്ടും. നമ്മൾ ആക്ച്വലി ആദ്യം ഷിജിന്റെ വർക്ക്ഷോപ്പിലായിരുന്നു ചെയ്തു വരുന്നത്. എന്നാൽ പിന്നെയാണ് ഇതുപോലെ എന്താ പറയുക ഇവിടുത്തെ ഈ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ വരുന്നതും അതേപോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് ചെയ്യുന്നത്. എന്തായാലും ഉടനെ ഒരു വർക്ക്ഷോപ്പ് ടൂർ, എന്തൊക്കെ പണികളാണ് ഇപ്പോൾ, എത്ര വണ്ടികൾ അവിടെ ഉണ്ട്, എല്ലാം തന്നെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം അത് ഉറപ്പായിട്ടും കമൻ്റായിട്ട് ഇടുക. എന്തായാലും ഞാൻ അല്ലെങ്കിൽ ഷിജിൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.